എന്താ മോനൂസേ? പെരുന്നാളൊക്കെ വരുന്ന പറ്റിയ നമുക്ക് ഡ്രസ്സ് എടുക്കണം. എന്റെ ചങ്ങായിമാരെല്ലാരും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണം. മോനൂസേ, നമുക്ക് സ്കൂളൊക്കെ തുറക്കാനായില്ലേ? ഇപ്പോൾ സ്കൂളിൽ ഏതായാലും നമുക്ക് യൂണിഫോം എടുക്കണം. അപ്പോൾ നമ്മൾ പെരുന്നാൾക്കോടി ആയിട്ട് നമുക്ക് സ്കൂളിലെ യൂണിഫോം ഇട്ട് എടുക്കാം. എന്താ പറ്റി ഉമ്മച്ചിക്ക് വേണ്ട ഏതായാലും പറഞ്ഞു. അപ്പൊ എനിക്കെങ്കിലും വാങ്ങിയെന്നൂടെ? മോനൂസേ, ഇപ്പച്ചി ഗൾഫ് നിർത്തി വന്നിട്ട് കുറേ ആയില്ലേ? ഞമ്മക്കിപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേന് യൂണിഫോമും ബുക്കും ഒരുപാട് ചിലവില്ലേടാ. എന്റെ പറ്റി നമ്മൾ സക്കാത്തൊന്നും കിട്ടൂലേ? സക്കാത്തിൻ്റെ പരിധിയിലൊന്നും നമ്മൾ പെടൂല മോനെ. കാരണം നമുക്കറിയില്ലേ, നമുക്ക് നല്ല വലിയ വീടും കാര്യങ്ങളും, നമ്മളെക്കാട്ടിലും പാവപ്പെട്ട എത്രയോ മക്കളില്ലേ, അവർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നമുക്കൊക്കെ സക്കാത്ത് തരൂല. ഇനിയിപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. പെരുന്നാളിന് ഇനിയും സമയമുണ്ടല്ലോ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഹലോ സെലിയേ. വലൈക്കും സലാം. പിന്നെ ഞാനിപ്പോൾ വിളിച്ചെന്താന്ന് വെച്ചാലേ, പെരുന്നാളൊക്കെ വരില്ലേ, ഞാനിപ്പോൾ എന്നോട് മുമ്പ് വാങ്ങിയ പൈസ തന്നെ എനിക്ക് തരാൻ കഴിഞ്ഞില്ല. ഓ, അത് പറയാനാ വിളിച്ച. എന്താ മുനിയത്? ഇപ്പോൾ പെരുന്നാൾ വരുമ്പോഴേ കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ്, ഓൽക്കിപ്പോൾ അതൊക്കെ അല്ലേ ഒരു സന്തോഷം. തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഓ, അതിനെന്താടാ? വൈകുന്നേരം കേട്ടോ, വൈകുന്നേരം ഞാൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴേ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കാണാം, ആരോ വരുന്നുണ്ട്. വലൈക്കും സലാം. പിന്നെന്തൊക്കെയാ വർത്താനം? പുറത്തിറങ്ങലൊന്നുമില്ല മുന്നേ. നല്ല നോമ്പും ചൂടും ഒക്കെ കൂടി ആയിട്ടേ പിന്നെ ഇവിടെ ഇങ്ങനെ പറയ കുത്തിരുന്ന. മോനസ് എത്രല്ല പഠിക്കണേ? ഞാൻ 4th സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? കല്ലിങ്ങൽ LP. നല്ല മുന്നേ എനിക്ക് അപെക്സിലോ ഗെയിംബാലൊക്കെ ചോദിച്ചു. അവിടെ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം കിട്ടും. ഞാൻ അങ്ങനൊന്നും നോക്കിയില്ല, സൗകര്യം നോക്കി അവിടെ അടുത്തോണ്ട് ചേർത്തിയാ. ഞങ്ങൾ പോകുന്ന എന്താ വെച്ചാൽ നമ്മൾ ക്ലബിന്റെ റിലീഫ് ഉണ്ടല്ലോ, അത് ഇക്കൊല്ലം കുറച്ചൊരു വിപുലമായിട്ട് നടത്താനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരു കനത്തില് ഒരു ചാക്ക് അരിങ്കിലോട് കിട്ടണം. അതിപ്പോ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാല് എന്താ മുന്നേ പറഞ്ഞത്? റമദാൻ മാസമൊക്കെ അല്ലേ ഇത്? പാവപ്പെട്ടവരെ സഹായിക്കാനോ പുണ്യം. റമദാൻ മാസവും പാവപ്പെട്ടോല് പുണ്യം അതൊക്കെ ഉള്ളതാണ്, ശരിയാണ്. എന്നാലും നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ ഇത്ര വലിയൊരു സംഖ്യ എന്ന് പറഞ്ഞാല്. പിന്നെ ഞങ്ങൾ ഒരു ചാക്ക് അരി പ്രതീക്ഷിച്ച വന്നേ, അതിന് 3000 റുപ്യ വരും. ഒരു 2000 റുപ്യ എന്തായാലും തരണം. നമുക്ക് 4-5 കൂട്ടുകൂടി കയറാണ്ടില്ലേ മുന്നേ? നമുക്ക് കിട്ടിയാല് ഏതായാലും റമദാൻ മാസമൊക്കെ അല്ലേ, പുണ്യം കിട്ടുന്ന മാസമായതുകൊണ്ട് നമ്മളിനി അതിൽ പങ്കാളികളായില്ല എന്ന് വേണ്ട. നിങ്ങൾ പറഞ്ഞു മുഴുവനില്ല, എന്നാലും 1500 റുപ്യ ഉണ്ട്. ഏതായാലും ഇപ്പൊ പിടിച്ചു പറിച്ചു വാങ്ങാനില്ലല്ലോ ഇപ്പൊ ആൾക്കാരുണ്ട് തരുന്നേ. അൽഹംദുലില്ലാ. അപ്പൊ ചെന്നാലേ പരിപാടിയൊക്കെ സജീവമായി പങ്കെടുക്കട്ടോ. അപ്പൊ സപ്ലൈക്കും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. ആയിക്കോട്ടെ. സലീം അല്ല വരുന്നേ? എവിടുന്നാ ഇപ്പൊ എല്ലാവരുടെയും വരവ്? ഞങ്ങളെ മറ്റേ റിലീഫിന്റെ ഇതിനെ തന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകണം. ഞങ്ങളെ കാണാൻ വേണ്ടി നിൽക്കേന്. പൈസ തരാം. നമുക്കൊരു 3-4 ആളും കൂടി അതിൽ ചേർത്താണ്ട്. അതിലൊന്ന് നമ്മളെ മുനീർ. ഏത് മുനീർ? പറമ്പിലെ മുനീറില്ലേ? മുനീറോ? മുനീറിന്റെ വീതല്ലേ ഇപ്പൊ നമ്മള് വാങ്ങി വന്നേ? അതാണല്ലോ നമ്മളെ പ്രശ്നം. നിങ്ങൾ വലിയ കാറൊക്കെ ആയിട്ട് അവന്റെ വീടിന്റെ വലിപ്പം കണ്ടാൽ ചെന്ന് പിരിവെടുത്തായിരിക്കും. അവന്റെ അവസ്ഥ വളരെ മോശം. ഇതേപോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓലെ ദാരിദ്ര്യം നമുക്ക് അറിയാൻ കഴിയില്ല. അവരടുത്ത് നല്ലോണം അടുത്ത് കൂടുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ റിലീഫിന് ഫണ്ട് കണ്ടെത്താൻ കഴിയൂലല്ലോ. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. റിലീഫ് നടത്തണ്ടേ? റിലീഫ് തീർച്ചയായിട്ടും നടത്തേണ്ട സംഭവം തന്നെയാണ്. പക്ഷെ മുനീറിനെ പോലത്തെ ആളുകളെ നമ്മൾ ഒരിക്കലും കാണാതെക്കരുത്. പിന്നെ ക്ലബ്ബുകളുടെ നടത്താൻ അനാവശ്യമായിട്ട് കുറെ പരിപാടികൾ നടത്തുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികൾ മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ റിലീഫ് പോലത്തെ പരിപാടികൾ സജീവമായി നടത്താൻ കഴിയും. അപ്പൊ നിങ്ങൾ മുനീറിനെ കൊണ്ട് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുനീറിനെ വേണ്ട പോലെ സഹായിക്കുക, റിലീഫ് നടത്തുക, വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. വലൈക്കും സലാം. മുനി, ഇപ്പോഴത്തെ കാലത്ത് ഈ പാവപ്പെട്ട ആൾക്കാരെ, അതായത് ഈ സക്കാത്തിന് അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്താല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പുറത്തു നോക്കുന്നവർക്ക് വലിയ വീടും പത്രസൊക്കെ കഴിക്കും. പക്ഷെ നല്ലോണം അടുത്തറിയുമ്പോഴേ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയണുള്ളൂ. യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞങ്ങൾ എന്നോട് പിരിവാങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി റിലീഫിനും സക്കാത്തിനും ഒക്കെ അർഹതപ്പെട്ട ആളാണ് ജി. എന്നാ മോനുസ ഇതൊന്നും ഉള്ളുണ്ടാച്ചാ. അപ്പൊ നമ്മളെ ഈ റിലീഫിനോടനുബന്ധിച്ചിട്ട് നമ്മളൊരു 10 ആൾക്കാർക്ക് ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കണ്ടേ? അപ്പൊ നമ്മള് ഇത് 10 ആൾക്കാർ നമ്മള് ഇത് നീ അർഹതപ്പെട്ട ആൾ തന്നെയാണ്. അപ്പൊ നമ്മള് ഇതുകൊണ്ട് നീ പെരുന്നാൾ ഉഷാറായിട്ട് കഴിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ്. അങ്ങനെ വരട്ടോ. അസ്സലാമു അലൈക്കും.